+1 ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്ററുകളാണ്. നമുക്കറിയാം 7ാമത്തെ ചാപ്റ്റർ വരെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ടോപ്പിക്കുകൾ ഫോക്കസ് ഏരിയയിൽ സെലക്ട് ചെയ്തു വന്നിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ചാപ്റ്ററുകൾ ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം, നോട്ടുകൾ എഴുതി വെക്കുക, വളരെ ഷോർട്ടായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കുക, ഡെറിവേഷൻസ് എഴുതി പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. എക്സാം അടുത്ത് വരികയാണ്. ഏകദേശം പകുതി ചാപ്റ്റർ നമ്മളത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിത്തം ഒന്നുകൂടി നന്നായിട്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ ടോപ്പിക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 1ാമത്തെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുള്ളത് 3 പോയിന്റ്സ് ആണ്. ഒന്ന് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, രണ്ടാമത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്, ദെൻ 3ാമത്തെ പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് വാരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 1ാമത്തെ പോയിന്റിലേക്ക് പോവാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്കറിയാം ഏത് 2 മാസ്സുള്ള ബോഡികൾക്കിടയിലും ഒരു അട്രാക്റ്റിംഗ് ഫോഴ്സ് ഉണ്ട് എന്നും ആ അട്രാക്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ ഗ്രാവിറ്റിയെ കുറിച്ച് പറയുന്ന ലോ ആണെന്ത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്കറിയാം ന്യൂട്ടൻ്റെ ലോ ആണ്. എന്താ ലോ പറയുന്നത്? 2 മാസ്സുകൾ m1 m2 അവക്കിടയിലെ ഡിസ്റ്റൻസ് r എങ്കിൽ അവക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 മാസീവ് ബോഡീസ് ഈസ് proportional to the product of the masses and inversely proportional to square of the distance between them. The law states that the force between 2 massive bodies is directly proportional to the product of their masses and inversely proportional to square of the distance between them. Okay, ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതിയാലും മതി. ഇനി ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വന്നു അല്ലേ? അപ്പം ഇക്വേഷൻ എന്തായി മാറി? F is equal to gm1 m2 by r². ഇപ്പോൾ ലോ ചോദിച്ചാൽ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം. 3-ലേതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ F equal to gmm by r²ൽ g എന്താണ്? ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കുക. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഫോക്കസ് ഏരിയ പോയിന്റിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം, എന്താണ്? സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇക്വേഷൻ, ഓക്കെ, അതുപോലെ ജിയുടെ വാല്യൂ. ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ആൻസറുകൾ ചെയ്യാൻ സാധിക്കും. പ്രോബ്ലംസ് വരാം. അപ്പോൾ പ്രോബ്ലംസ് ആകുമ്പോൾ നോക്കൂ, ഇത് ഏത് 2 മാസം ആവാം. അപ്പോൾ എർത്തും മൂണും തമ്മിലാവാം, അല്ലെങ്കിൽ സണ്ണും എർത്തും തമ്മിലാവാം. അപ്പോൾ അവയുടെ മാസ് അറിയണം, അവയ്ക്കിടയിലെ ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും അവിടെ വരാം. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ജിയുടെ വാല്യൂ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യാം. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് വെക്റ്റർ ഫോം ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ. ഈ ലോയെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫോഴ്സ് ഇവിടെ നമ്മൾ വെക്റ്റർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെക്ടറിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വെക്ടർ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഡിറക്ഷനും കൂടി വേണം. അപ്പോൾ ആ ഡിറക്ഷനും കൂടി നമ്മൾ എഴുതിയാൽ വെക്ടർ ഫോമായി. അപ്പോൾ നോക്കൂ, 2 മാസ്സുകളാണ് m1 m2. നമ്മൾ പഠിച്ചു m1 m2നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് m2 ആരെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്? m1നെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫോഴ്സ് ആണ് അല്ലേ? ഒന്ന് രണ്ടാമത്തേതിനെയും, 2 തിരിച്ച് ഒന്നാമത്തേതിനെയും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ബോഡിയെ രണ്ടാമത്തെ ബോഡി അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഞാൻ F12 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരിച്ചുള്ള ഫോഴ്സിനെ ഞാൻ F21 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 2 എന്ന് പറഞ്ഞാൽ 2 പൊസിഷനായിട്ട് എടുക്കുക. 1 എന്നുള്ള പൊസിഷനിൽ m1 എന്ന മാസും
2 എന്നുള്ള പൊസിഷനിൽ M2 എന്നുള്ള മാസ് ഇരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സുകൾ അവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഫോഴ്സായ F12നെ നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതാം? അപ്പം വെക്റ്റർ F12 ഈക്വൽ ടു Gm1m2/r², മാഗ്നിറ്റ്യൂഡായി. ഇനി ഡയറക്ഷൻ കൊടുത്താൽ മതി. എങ്ങോട്ടാണ് ആ ഡയറക്ഷൻ നോക്കൂ, ഫ്രം ഫസ്റ്റ് ടു സെക്കൻഡ്, 1 എന്നുള്ള പൊസിഷനിൽ നിന്നും 2 എന്നുള്ള പൊസിഷനിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ എഴുതാം R12 ക്യാപ് അല്ലേ. R12 ക്യാപ് എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഫ്രം 1 to 2, 1ൽ നിന്ന് 2ലേക്ക് വരയ്ക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ്. നമുക്കറിയാം യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് അഫക്റ്റ് ചെയ്യില്ല, പക്ഷേ നമുക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഇവിടെ കാണിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഫോഴ്സ് F12 എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? Gm1m2/r² ആണ്. ഡയറക്ഷൻ എവിടെ നിന്നാണ്? 1ൽ നിന്ന് 2ലേക്കാണ്. നമുക്ക് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നോക്കൂ, തിരിച്ച് ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. F21 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. എന്താണ്? Gm1m2/r². പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഡയറക്ഷൻ എങ്ങനെ കാണിക്കാം? 2ൽ നിന്ന് 1ലേക്കാണ്. അപ്പോൾ 2ൽ നിന്ന് 1ലേക്കുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആയിട്ട് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാം. അപ്പോൾ നമ്മൾ വെക്ടർ ഫോം എഴുതി. ഇപ്പോൾ റൈറ്റ് ദ വെക്ടർ ഫോം ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെക്ടർ ഫോം എഴുതിയാൽ മതി. F12 അല്ലെങ്കിൽ F21 എഴുതി കാണിക്കാം. കൂടെ ഈ പിക്ചറും കാണിച്ചു കഴിഞ്ഞാൽ വെക്ടർ ഫോമിനുള്ള മാർക്ക് കിട്ടി. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ ഫോഴ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ. എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ആക്ഷനും റിയാക്ഷനും ഉണ്ട്. കാരണം ഫസ്റ്റ് ബോഡിയുടെ മുകളിൽ സെക്കൻഡ് ബോഡി ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂഫായി? ഈ ലോ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രൂഫായി. അപ്പോൾ അതിന് പ്രത്യേകം ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പിക്ചർ വരയ്ക്കുക, ഫസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, സെക്കൻഡ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. അത് എന്തിനു വേണ്ടി നമ്മൾ പഠിച്ചു വെച്ചു? വെക്ടർ ഫോം എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചു വെച്ചു. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് കൊടുത്താൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ ആൻസറായി. എന്താണ്? Therefore F12 ഈക്വൽ ടു F21. ഈ രണ്ട് ഇക്വേഷനും ഇങ്ങനെ എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? F12ഉം F21ഉം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് എഴുതാൻ സാധിക്കുന്നത് നോക്കൂ, ഇതിൻ്റെ കൂടെയുള്ള മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. പിന്നെയോ രണ്ട് യൂണിറ്റ് വെക്ടറുകളാണ് വരുന്നത് അല്ലേ. ഒന്ന് 1ൽ നിന്ന് 2ലേക്കുള്ള യൂണിറ്റ് വെക്ടർ, മറ്റൊന്ന് 2ൽ നിന്ന് 1ലേക്കുള്ള യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഡയറക്ഷൻ മാത്രമേ ഓപ്പോസിറ്റ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? R12 ഈക്വൽ ടു മൈനസ് ഓഫ് R21. ഒന്ന് മറ്റൊന്നിൻ്റെ നെഗറ്റീവ് വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് വെക്ടർ മറ്റൊന്നിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് എഴുതാം. അപ്പോൾ കൂടെ വരുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ രണ്ട് ഫോഴ്സുകളും എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി സെയിം ആണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചത്. റൈറ്റ് ദ വെക്ടർ ഫോം ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ prove that the gravitational force obeys Newton's third law of motion. ഇപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ വന്നാലും ഏകദേശം ഒരേപോലെ തന്നെ നമ്മൾ എഴുതേണ്ടത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ഏരിയ നമ്മളിവിടെ കവർ ചെയ്തു. ഇത് നോക്കൂ, ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. ഒരു പ്രോപ്പർട്ടി ആയില്ലേ. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. രണ്ട് ബോഡികൾക്കിടയിൽ റിപ്പൽഷൻ ഉണ്ടാവില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന രീതിയിൽ വരുമ്പോൾ അതെന്ത് മാത്രമേ ഉള്ളൂ? അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ആയില്ലേ. ദെൻ മൂന്നാമത്തെ നമ്മൾ പഠിച്ചെന്താ? ഇറ്റ്സ് റേഞ്ച് ഈസ് വെരി ലാർജ്. ഒരുപാട് ദൂരേക്ക് ഇത് അഫക്റ്റ് ചെയ്യും. വീക്കാണെങ്കിലും പക്ഷേ ഒരുപാട് ദൂരേക്ക് അഫക്റ്റ് ചെയ്യും. എർത്തിൽ നിന്ന് മൂണിലേക്ക് ഫോഴ്സ് എത്തുന്നുണ്ട് അല്ലേ. സണ്ണും എർത്തും തമ്മിൽ ഈ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് റേഞ്ച് ഈസ് വെരി ലാർജ്. മൂന്നാമത്തെ പോയിന്റ് ആയല്ലോ. ഓക്കെ, ഇറ്റ്സ് എ സെൻട്രൽ ഫോഴ്സ്. ഒരു ബോഡിയുടെ സെൻട്രലിൽ നിന്ന് മറ്റൊരു ബോഡിയുടെ സെൻട്രലിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഒബേസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. എന്താ ഇൻവേഴ്സ് സ്ക്വയർ ലോ? F പ്രൊപ്പോർഷണൽ ടു 1/r². F പ്രൊപ്പോർഷണൽ ടു 1/r². ഈ രീതിയിൽ വരുന്ന ലോകളെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാൻ സാധിക്കും. അപ്പോൾ പ്രോപ്പർട്ടീസ് എഴുതാൻ വന്നാൽ 1, 2, 3 ഒക്കെ എഴുതാം, അല്ലെങ്കിൽ 4 എഴുതാം. പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? It is always attractive in nature. It is the weakest force in the universe. It is a central force. Its range is very large. It obeys inverse square law. അല്ലേ? അതുപോലെ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു എന്ത്? ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലേ. വർക്ക് എനർജി പവറിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസ് കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ,
ഇനി രണ്ടാമത്തെ ഫോക്കസ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. എന്താണ് ആക്സലറേഷൻ? നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് കോൾഡ് ആക്സലറേഷൻ. ഒരു ബോഡി ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ ആ ബോഡിയുടെ മുകളിൽ ഫോഴ്സ് വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, F equal to ma. അപ്പോൾ ഇക്വേഷൻ എന്താ പറയുന്നത്? ഇഫ് ദർ ഇസ് എ ഫോഴ്സ് ദർ ഇസ് ആൻ ആക്സലറേഷൻ. ഒരു ബോഡിയുടെ മുകളിൽ ഒരു ഫോഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യപ്പെടും. ആ ബോഡിയുടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ചു. അപ്പോൾ ഈ ഫോഴ്സ് ഗ്രാവിറ്റി ആണെങ്കിൽ, നോക്കൂ, എൻ്റെ കയ്യിലൊരു മാസ്സുള്ള ബോഡി ഉണ്ട്. ഈ മാസ്സുള്ള ബോഡിയെ എർത്ത് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. എർത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ ഗ്രാവിറ്റി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്രാവിറ്റിയാണ് ഇവിടെയുള്ള ഫോഴ്സ്. ആ ഫോഴ്സിനെ നമ്മൾ വെയിറ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ മാസും അല്ലേ, ആ മാസിനെ ഈ എർത്ത് താഴേക്ക് വലിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ അതിന് വെയിറ്റ് എന്നൊക്കെ പറയാറ്. അപ്പോൾ ഇവിടെ ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ള ഭാഗത്തേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ താഴേക്ക് ഒരു ആക്സലറേഷൻ. ആ ആക്സലറേഷനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ സിംപ്ലി ആൻസർ ആയി. വാട്ട് ഇസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആൻസർ കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഓക്കെ, ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കൂ. നമ്മൾ പഠിച്ച ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് F ഈക്വൽ ടു എന്ത് എഴുതാം? mg. നമ്മൾ സാധാരണ F ഈക്വൽ ma എന്ന് എഴുതാറ്. പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി എക്ക് പകരം സ്മോൾ ലെറ്റർ G ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ F ഈക്വൽ ടു എന്ത് എഴുതി? mg. നമ്മളിപ്പം പഠിച്ച ലോ ഏതാണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഈ ഒരു ബോഡിയെ എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് താഴേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും എഴുതാം. F is equal to gmm/r². എന്താ അങ്ങനെ എഴുതിയത്? അതിൽ ഒന്നാമത്തെ മാസ് എർത്താണ്. അതിൻ്റെ മാസിനെ ക്യാപിറ്റൽ M എന്ന് എടുത്തു. രണ്ടാമത്തെ മാസ് എന്താണ്? ആ ബോഡിയാണ്, സ്മോൾ m. വാട്ട് ഇസ് r? r is the radius of earth അല്ലേ. കാരണം എർത്തിൻ്റെ സെൻട്രലിൽ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഫോഴ്സ് ആണ്. എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന് ആ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ബോഡിയിലേക്ക് എത്ര ദൂരമാണ്? ആ എർത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്നതിന് പകരം നമ്മൾ എന്തെടുത്തു? റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും റെപ്രസെൻ്റ് ചെയ്യുന്നത് എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ബോഡിയെ എർത്ത് താഴേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. mg ഈക്വൽ ടു gmm/r² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് ക്യാൻസൽ ചെയ്യപ്പെട്ടു? m സ്മോൾ എമ്മുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ദെൻ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആൻസർ കിട്ടി. എന്തായിരുന്നു? G ഈക്വൽ ടു ക്യാപിറ്റൽ gm/r². അപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് എഴുതാൻ അറിയണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ gm/r². അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കാം. എന്താണ്? ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് എത്രയായാലും അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. നമുക്കറിയാം, വലിയൊരു മാസ്സുള്ള ബോഡി, ഒരു 10 കിലോഗ്രാം മാസ്സുള്ള ഒരു ബോഡിയും 2 കിലോഗ്രാം മാസ്സുള്ള ബോഡിയും എർത്തിൻ്റെ സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ടിനും താഴേക്ക് ഉണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? G ഈക്വൽ ടു gm/r²ൽ എന്ത് വന്നില്ല? ആ ഇക്വേഷനിൽ സ്മോൾ m ഇല്ല. സ്മോൾ m ആയിരുന്നു എന്ത്? ആ ആക്സലറേറ്റ് ചെയ്യപ്പെടുന്ന ബോഡിയുടെ മാസ്. അതില്ലല്ലോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഒന്ന് മാസ് ഓഫ് ദ പ്ലാനറ്റ്. ഇവിടെ എർത്ത് ആയതുകൊണ്ട് നമ്മൾ എർത്ത് എന്ന് പറയുന്നു. മൂണാണെങ്കിൽ മൂണിനെ എടുക്കാം അല്ലേ. നമുക്ക് മാർസിലെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മാർസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയെന്ന് ചോദിച്ചാൽ മാർസിലെ മാസ് അല്ലേ, മാർസിൻ്റെ മാസും മാർസിൻ്റെ റേഡിയസും കൊടുത്താൽ അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും അവിടെ ഒരിക്കലും ആ ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ആ പ്ലാനറ്റിൻ്റെ മാസിനെയും പ്ലാനറ്റിൻ്റെ റേഡിയസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാലോ. എന്താ ക്വസ്റ്റ്യൻ വരിക? ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അത് പ്രൂവ് ചെയ്യാൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ഫൈനൽ ആൻസർ എഴുതിയതിന് ശേഷം ഒരു കൺക്ലൂഷൻ കൊടുത്താൽ മതി. എന്താണ്? ഹിയർ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ് ഓഫ് ദ ബോഡി. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചത്. ഒന്ന്, വാട്ട് ഇസ് മീൻ ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതോടൊപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് ഓഫ് ദ ഫോളിംഗ് ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ,
അപ്പോൾ അതോടൊപ്പം നമ്മൾ ജിയുടെ വാല്യൂ പഠിച്ചു വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാല്യൂ ആണ്. എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ, അതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എത്രയാണത്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് ഫോക്കസ് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ മൂന്നാമതായി വരുന്നത് ഏതാണ്? വാരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആൻഡ് വിത്ത് ഡെപ്ത്. ഈ രണ്ട് ഡെറിവേഷൻസ് ആണ്. നമ്മളിപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച G = gm/r² എന്ന് പറഞ്ഞ ഇക്വേഷൻ എർത്തിൻ്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. എർത്തിൻ്റെ ആണെന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പ്ലാനറ്റ്സിൻ്റെ ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസും റേഡിയസും കൊടുത്താൽ മതി. എന്തായാലും അത് സർഫസിലെ കാര്യമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്നും മുകളിലേക്ക് പോകും തോറും ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, എർത്തിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് പോകും തോറും ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നാണ്. ആദ്യത്തേത് വാരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റ്. ഈ ഡെറിവേഷനാണ് ചോദിക്കുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരിയേഷൻ വിത്ത് ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിൻ്റെ മാസ് M, ക്യാപിറ്റൽ M. എർത്തിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. എർത്തിൻ്റെ സർഫസിൽ നിന്നും h ഹൈറ്റ് ഉള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്ക് കാണേണ്ടത് ഈ h ഹൈറ്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്. അതിനെ ഞാൻ GH എന്ന് കൊടുത്തു. GH ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. G എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് G. അപ്പം GH-നെ നമുക്ക് എന്തിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യണം? Gയുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ Gയുടെ എത്ര മടങ്ങാണ് GH, അല്ലെങ്കിൽ എത്രയാണ് അതിൽ കുറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ സർഫസിൽ ഇക്വേഷൻ എഴുതാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് = gm/r². നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. അത് എഴുതി. M is the mass of the earth and R is the radius of earth. Then നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h, GH = gm/r + h². കാരണം അവിടെ മാസ് മാറുന്നില്ല, മാസ് ഓഫ് എർത്ത് കോൺസ്റ്റന്റ് ആണ്, M തന്നെ കൊടുത്തു. ദെൻ നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R + h ആണ് അല്ലേ? അപ്പോൾ h കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് R + h. അപ്പോൾ പുതിയ ഇക്വേഷനായി GH = gm/r + h². ദെൻ നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക, 2/1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? GH/G = ഏത് ക്യാൻസൽ ചെയ്യപ്പെടും? നോക്കൂ, GM ക്യാൻസൽ ചെയ്യപ്പെടും. രണ്ടിലും കോമൺ ന്യൂമറേറ്റർ ആണ്. അപ്പോൾ ന്യൂമറേറ്ററുകൾ ക്യാൻസൽ ചെയ്യപ്പെടും. ബാക്കി എന്താ വരിക? നോക്കൂ, R² + h² ആണ് വരിക അല്ലേ? നമുക്കറിയാലോ എങ്ങനെ വരിക. ഞാൻ ഇവിടെ കാണിക്കാം എങ്ങനെ വരുന്നു. അപ്പം GH/G GM ക്യാൻസൽ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 1/r² ആണ്, ഇത് 1/r+. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഴുതുമ്പോൾ 1/r+h² ഇൻറ്റു അല്ലേ, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് ചെയ്യും? ദെൻ R² മുകളിൽ വരും. അങ്ങനെയാണ് R² മുകളിൽ വന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ റേഷ്യോ ഉള്ള സംഖ്യകളുടെ ഡിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ മനസ്സിലാക്കാം. ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഞാൻ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്തായി? GH/G = R² + h². ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ഈ ഇക്വേഷനിൽ R² പുറത്തെടുക്കും. ഇവിടെ R² പുറത്തേക്ക് വന്നാൽ, കാരണം സ്ക്വയർ ഉണ്ടല്ലോ, ഇവിടുന്ന് 6 പുറത്തേക്ക് വരുമ്പോൾ ഒരു സ്ക്വയറോട് കൂടിയാണ് പുറത്തേക്ക് വരിക. അപ്പോൾ R². പിന്നെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? 6 പോന്നു കഴിഞ്ഞാൽ പിന്നീട് 1 അല്ലേ? ഇവിടെ 6 ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഒരു 6 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? h/r² ആയിട്ട് മാറും. അപ്പം ബേസിക് മാത്തമാറ്റിക്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഉള്ളവർ അത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ അതേ ആൻസർ കിട്ടുന്നത് നോക്കിയാൽ മതി. നോക്കൂ, ഈ R² ഉള്ളിലേക്ക് പോകുമ്പോൾ ആ സ്ക്വയർ ഇല്ല, അപ്പോൾ ഉള്ളിലേക്ക് 6 ആവും. ഇവിടെ 6 വരും അല്ലെ? 6 വന്നു. ഇവിടെ വരുമ്പോൾ എന്താവും? RH/r. അപ്പോൾ ആ R ക്യാൻസൽ ചെയ്താൽ h മാത്രമാവും. അപ്പോൾ ഇക്വേഷൻ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ദെൻ ഇക്വേഷനിൽ R² എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. ഇതങ്ങ് ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ പവർ എന്തായി മാറും? മൈനസ്. അപ്പോൾ താഴെ +2 ആയിരുന്നത് മുകളിലേക്ക് വരുമ്പോൾ -2 ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? GH = G × 1 + h/r all raised to -2 ആയി മാറി.
ഓക്കെ, നോക്കൂ, ഇത് നമ്മൾ സോൾവ് ചെയ്താൽ ഒരു സീരീസാണ് കിട്ടുക. അപ്പോൾ ആ സീരീസിൽ ആദ്യത്തെ 2 ടേമുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ബാക്കി നെഗ്ലക്റ്റ് ചെയ്യാണ്. കാരണം ബാക്കിയുള്ളതിൻ്റെ വാല്യൂ വളരെ വളരെ കുറവായതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ടേമുകൾ ഏതൊക്കെയാണ്? ജി ഇൻറ്റു 1 മൈനസ് ഇതുവരെ വരുമ്പോൾ മൈനസ് 2h/r. അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. സീരീസിനെ കുറിച്ചൊന്നും നമുക്കറിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഫസ്റ്റ് ടേം 1 കഴിഞ്ഞ് വരുന്നത് -2 വരും, -2, ബാക്കിയുള്ളത് എന്തായിരുന്നു? h/r. അതുപോലെ എഴുതാം. ബാക്കി ഇനി ടേംസ് ഉണ്ട്, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഇങ്ങനെ ഫൈനൽ ആൻസർ എന്തായി മാറി? GH = G ഇൻറ്റു 1 മൈനസ് 2h/r. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഡെറിവേഷൻ എഴുതി പഠിക്കുക. എത്ര തവണ എഴുതിയാലാണോ നമുക്ക് എഴുതാൻ കിട്ടുക അത്രയും തവണ നമ്മൾ എഴുതി പഠിക്കുക. ഫൈനൽ ആൻസർ പഠിച്ചു വെക്കുക. GH = G ഇൻറ്റു 1 മൈനസ് 2h/r. R is the radius of earth and h is the height of the point from the surface of the earth. ഓക്കെ, അപ്പം അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, GH എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുക. അപ്പം ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 നിന്നും കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആ പുതിയ വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. എർത്തിൻ്റെ സർഫസിൽ നിന്നും താഴേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പുതിയ വാല്യൂ എത്രയായിരിക്കും? അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എർത്ത് കൺസിഡർ ചെയ്തു. എർത്തിൻ്റെ റേഡിയസ് ആണ് കാണിച്ചിട്ടുള്ളത് r. എർത്തിൻ്റെ മാസ് എത്രയാണ്? m. ഓക്കെ, നമുക്ക് ജി കാണേണ്ട പോയിന്റ് കുറച്ചുള്ളിലാണ്. എത്രയാണ്? d ഡെപ്തിലാണ്. എർത്തിൻ്റെ സർഫസിൽ നിന്നും d ഡെപ്ത് താഴേക്ക് പോയാൽ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നേരത്തെ നമ്മൾ മുകളിലുള്ള പോയിന്റ് എടുത്ത പോലെ ആ പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ d താഴേക്ക് വന്നു. ബാക്കി ഇനി എത്ര ഉണ്ടാവുള്ളൂ? r മൈനസ് d. ടോട്ടൽ റേഡിയസ് എത്രയായിരുന്നു? r. അന്ന് d മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ഈ പോർഷൻ്റെ റേഡിയസ് എത്ര ഉണ്ടാവുക? r മൈനസ് d. അപ്പോൾ ഞാൻ r മൈനസ് d റേഡിയസ് ഉള്ള കുറച്ച് ഭാഗം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിളിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മാസിനെ ഞാൻ m ഡാഷ് എന്ന് എടുത്തു. m എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ എർത്ത് ആണ്. നമുക്ക് കാണേണ്ട പോയിന്റ് r ഡിസ്റ്റൻസ് താഴെ ആയതുകൊണ്ട് ആ താഴത്തെ പോയിന്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മാസ് ഉണ്ട് അല്ലേ, ആ മാസിനെ നമുക്ക് എന്ത് കൊടുത്തു? m ഡാഷ്. കാരണം ഈ m ഡാഷ് എന്നുള്ള മാസാണ് പിന്നെ ആ പോയിന്റിൽ ആക്സലറേഷന് കാരണമായിട്ട് മാറുക. കാരണം ബാക്കിയുള്ളത് പുറത്താണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് m ഡാഷ് ഉണ്ടാക്കുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഈ പോയിന്റിൽ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഡെറിവേഷൻ എളുപ്പമായിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം സർഫസിൽ ഇക്വേഷൻ എഴുതാം. എന്താ സർഫസിൽ ഇക്വേഷൻ? G = gm/r². ദെൻ ഡെപ്തിൽ ഇക്വേഷൻ എഴുതാം. ഡെപ്തിൽ ഇക്വേഷൻ GD എന്ന് കൊടുത്തു. GD = gm'/r - d² വരും. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോയിന്റ് എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മാസ് എടുത്താൽ മതി, ടോട്ടൽ മാസ് എടുക്കണ്ട. അതുകൊണ്ടാണ് ഇവിടെ m എഴുതാതെ m ഡാഷ് എന്ന് എഴുതിയത്. ദെൻ അതിനുള്ളിലുള്ള റേഡിയസ് എടുത്താൽ മതി. എത്രയാണത്? r - d². ആ ഉള്ളിലുള്ള പോർഷനാണ് അവിടെ ആ ഫോഴ്സ് ഉണ്ടാക്കുന്നത്, അതുവഴി ആക്സലറേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഈ മാസുകൾക്ക് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. ഓക്കെ, കാരണം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊടുത്തു. ഡെൻസിറ്റിയെ നമ്മൾ റോ എന്നുള്ള ലെറ്ററാണ് നോർമലി യൂസ് ചെയ്യാറ്. ഇവിടെയും ഞാൻ അത് തന്നെ യൂസ് ചെയ്തു. യൂണിറ്റ് വോളിയത്തിൻ്റെ മാസാണ് ഡെൻസിറ്റി. അത് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ എർത്തിനൊരു കോമൺ ഡെൻസിറ്റി ഉണ്ടാവും, അത് റോ എന്ന് കൊടുത്തു. എർത്ത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 4/3πr³ ആണ്. അപ്പോൾ നമുക്ക് മാസിന് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? G ഇൻറ്റു എമ്മിന് പകരം വോളിയത്തിന് പകരം കൊടുക്കാം 4/3πr³ അല്ലേ. അവിടെ ടോട്ടൽ മാസ് ആയതുകൊണ്ട് ടോട്ടൽ റേഡിയസ് എടുത്തു, കൂടെ ഡെൻസിറ്റി. താഴെ നേരത്തെ ഉണ്ടായിരുന്ന r². ദെൻ r²ഉം r³ ക്യാൻസൽ ചെയ്ത് r മുകളിൽ വരും. ബാക്കിയുള്ള ടേം അതുപോലെ എടുത്ത് എഴുതി 4/3πr. പിന്നെന്താണുള്ളത്? G ഇൻറ്റു റോ ലാസ്റ്റ് എഴുതി. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷന് പകരം ഇവിടെ ഡെൻസിറ്റിയുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി GDയുടെ ഇക്വേഷനിൽ നമ്മൾ m ഡാഷിന് മാറ്റുകയാണ്. അപ്പോൾ G ഇൻറ്റു m ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലുള്ള മാസാണ് അല്ലേ. ഉള്ളിലുള്ള മാസിനെ എങ്ങനെ കാണാം? ആ ഉള്ളിലുള്ള ഭാഗത്തിൻ്റെ വോളിയത്തെ ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഉള്ളിലുള്ളതും ഒരു സ്പെറിക്കൽ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ 4/3π ആ ഷേപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? r - d ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുത്താൽ മതി. അങ്ങനെ 4/3πr - d³ ആയി.
ഡെൻസിറ്റി സെയിം ആണ് അല്ലേ, പുറത്തായാലും ഉള്ളിലായാലൊക്കെ യൂണിറ്റ് വോളിയത്തിൻ്റെ മാസാണ് സെയിം ആണ്. അപ്പോൾ അവിടെ റോ കൊടുത്തു, ഇവിടെ റോ കൊടുത്തു. താഴെ നേരത്തെ എഴുതിയ പോലെ ആർ മൈനസ് ഡി സ്ക്വയർ അതുപോലെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ ആർ മൈനസ് ഡി സ്ക്വയറും ഈ ആർ മൈനസ് ഡി ക്യൂബും ക്യാൻസൽ ചെയ്താൽ ഒരു ആർ മൈനസ് ഡി മുകളിൽ വരും അല്ലേ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന 4/3 പൈ ജി ഇൻറ്റു റോ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ 1, 2 കിട്ടിയില്ലേ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ 1, 2. നേരത്തെ നമ്മൾ 2/1 ചെയ്തല്ലോ, അതുപോലെ ഇവിടെയും ചെയ്യാം. 2/1 ഗീവ്സ് 2ലെ ഡിനോമിനേറ്റർ 2ലെ LHS എന്താ ജി ഡി അല്ലേ, ഇവിടെ എന്തായിരുന്നു ജി. അപ്പോൾ ജി ഡി ബൈ ജി ഈക്വൽ ടു നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നോക്കൂ, ഇതിൻ്റെ ബാക്കി വരുന്നത് ന്യൂമറേറ്ററിലായതുകൊണ്ട് ഈസി ആയി ചെയ്യാം. ഇവിടെ ബാക്കി വരുന്നത് ആർ മൈനസ് ഡി, ഇവിടെ വരുന്നത് ആർ, ബാക്കിയൊക്കെ കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. നോക്കൂ 4/3 ഇവിടെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 4/3 പൈ ക്യാൻസൽ ചെയ്യപ്പെട്ടു. റോ ക്യാൻസൽ ചെയ്തു, ജി ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ വാല്യൂസും ക്യാൻസൽ ചെയ്യപ്പെടുകയും ഇവിടെ ആർ മൈനസ് ഡിയും ഇവിടെ ആറും ബാക്കിയാവും. അപ്പോൾ അത് എഴുതി നോക്കൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ജി ഡി ഈക്വൽ ടു ഈ ജി അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അപ്പോൾ ജി മുകളിലേക്ക് വന്നു. ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി, ആർ ബൈ ആർ 1 അല്ലേ, ദെൻ ഡി ബൈ ആർ അതുപോലെ എഴുതി. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. എന്തായിരുന്നു, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ക്ലിയർ ആണല്ലോ. രണ്ട് ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു ഡെറിവേഷൻ ഷുവർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് വാരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അപ്പോൾ ദെൻ ഫൈനൽ ആൻസർ കിട്ടിയത് ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, അപ്പോൾ രണ്ട് ഡെറിവേഷൻ പഠിച്ചു വെക്കാം, രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കാം. കാരണം ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് പലതരത്തിൽ വരാം. അപ്പോൾ ഇക്വേഷൻ എന്തായാലും വേണം. ഓക്കെ, അപ്പം ഒരു ജി പകുതി ആവാൻ എത്ര ഹൈറ്റിലേക്ക് പോകണം അങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജി പകുതി ആവാൻ എത്ര ഹൈറ്റിലേക്ക് പോകണം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ജിയുടെ പകുതി ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി, g/2 ജി ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിച്ചാൽ മതി, എച്ച്. അപ്പോൾ നമുക്ക് ജി പകുതി ആവാനുള്ള എച്ച് കിട്ടും. അതേപോലെ ജി പകുതി ആവാൻ താഴേക്ക് എത്ര പോകണം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷനിൽ ജി ഡിക്ക് പകരം g/2 കൊടുക്കാം, അല്ലെങ്കിൽ 4 ആവാം അല്ലേ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഞാനത് സിമ്പിളായിട്ടുള്ള 1-2 പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിത് വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ, ഇക്വേഷൻ, പ്രോബ്ലം വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അഥവാ ഒന്നും അറിയില്ലെങ്കിൽ പ്രോബ്ലം വന്നാൽ ആ ഇക്വേഷൻ എഴുതിയാലും നമുക്ക് മാർക്ക് ലഭിക്കും. അപ്പോൾ ആ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി ഇതുപോലെ ഇവിടെ വരാവുന്ന 2 കേസുകൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന് വാരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പാണ്. ഓക്കെ, നമുക്ക് നേരിട്ട് അവിടെ വരുന്നില്ലെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നമുക്കറിയാം യൂണിഫോം ഷേപ്പ് അല്ല എർത്തിനെ സംബന്ധിച്ചിടത്തോളം എർത്തിൻ്റെ ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലും പോളിൽ റേഡിയസ് കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് കൊണ്ട് തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടാവാം. കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, gm/r² ആണ് അല്ലേ, gm/r². നോക്കൂ, അവിടെ നമുക്ക് പോളിലായാലും ഇക്വേറ്ററിലായാലും എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, ജിയോ എമ്മോ ചേഞ്ച് ചെയ്യുന്നില്ല. ജി ആൾറെഡി കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് എർത്തിൽ അവിടെ യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ജി പ്രപ്പോർഷണൽ ടു എന്താ നമുക്ക് പറയാം, 1/r². അപ്പോൾ ആറിൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടെങ്കിൽ ജിയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടെന്ന് ഉറപ്പാണ്. നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണ്, പോളിൽ റേഡിയസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ തന്നെ എർത്തിൻ്റെ ഷേപ്പിലെ വ്യത്യാസം കൊണ്ട് ജിയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോൾ എവിടെയായിരിക്കും കൂടുതൽ, എവിടെയായിരിക്കും കുറവ്? നോക്കൂ, ജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ എവിടെയാണോ റേഡിയസ് കുറവ് അവിടെ എന്ത് കൂടുതലായിരിക്കും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. റേഡിയസ് എവിടെയാണ് കുറവ്, നമുക്കറിയാം പോളിലാണ് കുറവ്, rp അല്ലേ, ലെസ് ദാൻ re എന്ന് എഴുതിയാണ്. എന്താണ്, റേഡിയസ് അറ്റ് ദ പോൾ ഈസ് ലെസ് ദാൻ റേഡിയസ് അറ്റ് ദ ഇക്വേറ്റർ. അങ്ങനെയാണെങ്കിൽ ജി തിരിച്ചായിരിക്കും അല്ലേ, ജി അറ്റ് പി ഈസ് ഗ്രേറ്റർ ദാൻ ജി അറ്റ് ഇ. സർഫസിൽ തന്നെ ഇക്വേറ്ററിനേക്കാൾ കൂടുതൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും എവിടെ, പോളിൽ. ക്ലിയർ? അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരേ ബോഡിക്ക് തന്നെ ഇക്വേറ്ററിലും പോളിലും വെയിറ്റ് വ്യത്യാസം ഉണ്ടാവാം. കാരണം വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, W = എന്താണ്, mg. ഒരേ ബോഡി എന്ന് പറഞ്ഞാൽ എം അല്ലേ ചേഞ്ച് ചെയ്യാതിരിക്കുള്ളൂ. നോക്കൂ, ഇക്വേറ്ററിലെ ജി അല്ല പോളിലെ ജി. എവിടെയാണ് വെയിറ്റ് കൂടുതലുണ്ടാവുക, പോളിൽ ആ ബോഡിക്ക് വെയിറ്റ് കൂടുതലുണ്ടാവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇത് തന്നെയാണ്, we have g = gm/r², but rp is less than re. Therefore we can say that gp is greater than ge. Okay,
ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസറിലേക്ക് എഴുതാം. Therefore, the weight of the body is greater at pole. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ ഈ ആൻസർ ചെയ്യാനുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ചിലപ്പോൾ ചോദിക്കാം. ആ ഗ്രാഫ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഗ്രാഫ്? വാരിയേഷൻ ഓഫ് ജി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ജിയുടെ വാരിയേഷനെ കാണിക്കുന്ന ഗ്രാഫ്. ഇപ്പോൾ എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് എടുക്കുക, വൈ ആക്സിൽ എന്തെടുക്കുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു, ഡിസ്റ്റൻസ് 0, എവിടെയാണ്? എർത്തിൻ്റെ സെൻറ്റർ ആണ്. ദെൻ ഇങ്ങനെ പോയി കുറച്ച് എത്തിക്കഴിഞ്ഞാൽ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവും. സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ സർഫസ് ഓഫ് ദ എർത്ത് ആവും. ദെൻ പിന്നീട് അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും? എർത്തിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം എവിടെയാണ്? സർഫസ് ഓഫ് എർത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം സർഫസിൻ്റെ മുകളിലേക്ക് പോയാലും സർഫസിൻ്റെ ഉള്ളിലേക്ക് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ്. സർഫസിലാണ് ഏറ്റവും കൂടുതൽ. അതുതന്നെ എവിടെയാണ് കൂടുതൽ നമ്മൾ പഠിച്ചു? പോളിലാണ്. ഓക്കെ, അപ്പോൾ ആ സർഫസിലുള്ള ഇതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ പഠിച്ചത് 9.8 m/s². അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ വന്ന് എക്സ്പൊണൻഷ്യൽ ആയിട്ട് കുറയും. ഇതാണ് വാരിയേഷൻ ഓഫ് ജി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത്. സെൻറ്റർ ഓഫ് എർത്തിൽ എത്രയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? 0 ആണ്. ഓക്കെ, ദെൻ സർഫസിലേക്ക് വരുന്നതോറും കൂടി മാക്സിമായി. ദെൻ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോറും അത് എക്സ്പൊണൻഷ്യലായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവിടെ 2h/r ആണ്. അതുകൊണ്ട് അത് എക്സ്പൊണൻഷ്യലായിട്ടാണ് കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ എവിടെ വെച്ചാൽ 0 ആവുക നമുക്കറിയില്ല. അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഗ്രാഫ് നമ്മൾ അങ്ങനെ എക്സ് ആക്സിന് പാരലൽ ആയിക്കൊണ്ട് നിർത്തുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ് 0 അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചുകൊണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്, ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഗ്രാവിറ്റേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ഒന്ന് വാട്ട് ഇസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ മൂന്നാമത്തെ പോയിന്റ് വാരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ്. ക്ലിയർ? അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. നമ്മൾ പഠിച്ച വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അപ്പോൾ അതിലും 3 ടോപ്പിക്കുകളാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഒന്ന് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, രണ്ടാമത്തൊന്ന് ഹൂക്സ് ലോ, മൂന്നാമത്തൊന്ന് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ചില ടേംസ് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. എന്താണ്? ഡീഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതുപോലെ ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി. ഈ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ ഈ 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കാം. എന്താ ഡീഫോമിംഗ് ഫോഴ്സ്? ഒരു ബോഡിയുടെ മുകളിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വല്ല ചേഞ്ചും ഉണ്ടാവാം. ഡയമെൻഷണൽ ചേഞ്ച് എന്ന് നമ്മൾ പറയാം. ചിലപ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ വോളിയം ആയിരിക്കും ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് ആയിരിക്കും ചേഞ്ച് ചെയ്യുക, അല്ലേ? ഇങ്ങനെ 3 തരത്തിലുള്ള ഡയമെൻഷണൽ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഡയമെൻഷണൽ ചേഞ്ചിന് കാരണമാകുന്ന ഫോഴ്സുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ സിംപ്ലി an external force which deforms the body is known as deforming force. Then what is restoring force? അപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്തു. ഇത് പിടിച്ചേക്കാൻ പ്രയാസമുണ്ട് അല്ലേ? കാരണം ഉള്ളിൽ നിന്നൊരു തള്ളൽ പുറത്തേക്കുണ്ട്, ഇതാ അല്ലേ? ഇങ്ങോട്ട് തള്ളലുണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഫോഴ്സ് കൊടുത്തതിന് ഓപ്പോസിറ്റായിട്ട് ആ ബോഡിയുടെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആൻസർ മാത്രം പഠിച്ചു വെക്കുക. കോൺസെപ്റ്റൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ എന്താ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ എഴുതും? ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻസൈഡ് എ ബോഡി against the deforming force is known as restoring force. അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്ത ഡിഫോമിംഗ് ഫോഴ്സിനെതിരെ ബോഡിക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒപ്പോസിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിച്ചത്. ദെൻ അടുത്ത ടേം എന്താ? ഇലാസ്റ്റിസിറ്റി. അല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സോളിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. അല്ലേ? നമ്മളിപ്പോൾ കണ്ടു, ഒരു ബോഡിക്ക് നമ്മൾ ഡീഫോർമേഷൻ ഉണ്ടാക്കി നമ്മൾ കൊടുത്ത ഫോഴ്സ് പിൻവലിച്ചു കഴിഞ്ഞാൽ ബോഡി പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. ഇങ്ങനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ബോഡിയുടെ കഴിവിനെ വിളിച്ച പേരായിരുന്നു എന്ത്? ഇലാസ്റ്റിസിറ്റി. അങ്ങനെ ഒരു കഴിവില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താ ഇലാസ്റ്റിസിറ്റി? ദ എബിലിറ്റി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഫോം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്.
നമ്മൾ അപ്ലൈ ചെയ്ത ഡിഫോമിംഗ് ഫോഴ്സ് പിൻവലിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള കഴിവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇലാസ്റ്റിസിറ്റി. ഈ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. അപ്പം മെറ്റീരിയൽസ് ഷോയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി ആർ കോൾഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? ഇപ്പോൾ സ്പോഞ്ച് നമ്മൾ കണ്ടു, മെറ്റൽസ്, വുഡ് അല്ലേ? അങ്ങനെ നമ്മൾ കാണുന്ന മിക്കവാറും വസ്തുക്കളൊക്കെ എന്താണ്? ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് അല്ലേ? ഇനി എന്താ പ്ലാസ്റ്റിസിറ്റി? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ദ ഇനബിലിറ്റി ടു റീഗെയിൻ ദ ആക്ച്വൽ ഫോം when the deforming force is removed is called plasticity. അല്ലെ? തിരിച്ചു വരാനുള്ള കഴിവില്ലായ്മയെ വിളിച്ച പേരാണ് പ്ലാസ്റ്റിസിറ്റി. Then such materials, the materials showing this property are called plastic materials. നമ്മൾ പ്രധാനമായിട്ടും 2 എക്സാമ്പിൾ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മഡ് അല്ലേ, മണ്ണ്. ദെൻ മറ്റൊന്നെന്താണ്? വാക്സ് അല്ലേ, മെഴുകുതിരി അല്ലേ, മെഴുക്. അപ്പോൾ ഈ 2 എക്സാമ്പിളാണ് സാധാരണ രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 പോയിന്റ്സും അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലേക്ക് വരാം. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ട്രെസ് എന്ന് പറയുന്ന ടേമാണ്. എന്താ സ്ട്രെസ്? നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പോസിംഗ് ഫോഴ്സ് ആണ്. യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പോസിംഗ് ഫോഴ്സിനെയാണ് എന്ത് വിളിച്ചത്? സ്ട്രെസ്. ഒരു ബോഡിയിൽ ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോൾ, ലെങ്തോ വോളിയോ ഷേപ്പോ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ചിനെതിരെ ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ പ്രഷറാണെന്ത്? സ്ട്രെസ് അല്ലേ? ഫോഴ്സ് പെർ ഏരിയ പ്രഷറാണ് നമുക്കറിയാലോ. അപ്പം എന്താണ് സ്ട്രെസ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ ഇസ് കോൾഡ് സ്ട്രെസ്. ഇതുപോലെ ഇക്വേഷൻ എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഈക്വൽ എന്ത് എഴുതാം? F/A എന്ന് വേണമെങ്കിൽ എഴുതാം. യൂണിറ്റും ഡയമെൻഷനൊക്കെ പ്രഷറിന് ഈക്വലൻ്റ് ആയിരിക്കും. നമുക്കറിയാം Nm/m² അല്ലെങ്കിൽ പാസ്കൽ ആയിരിക്കും. ദെൻ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിരുന്നു ml⁻⁻⁴ T⁻². ഇങ്ങനെ പ്രഷറിൻ്റെ അതേ യൂണിറ്റും ഡയമെൻഷനും വരുന്ന ക്വാണ്ടിറ്റിയാണ് സ്ട്രെസ്. അപ്പോൾ ഒരേ ഡയമെൻഷനും യൂണിറ്റും വരുന്ന 2 ക്വാണ്ടിറ്റി നമ്മൾ മുമ്പ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണത്, പ്രഷറും സ്ട്രെസ്സും. ദെൻ 2 തരത്തിലുള്ള സ്ട്രെസ്സുകൾ അല്ലേ, 2 പേരുകൾ നമ്മൾ പഠിച്ചു. ഇതാണ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രഷൻ സ്ട്രെസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻസൈൽ ആൻഡ് കംപ്രഷൻ സ്ട്രെസ്? എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഒരു ബോഡിയുടെ ലെങ്ത് കൂടുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിളിച്ച പേരാണ് ടെൻസൈൽ. സ്വാഭാവികമായിട്ടും കുറയുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ വിളിച്ച പേരാണെന്ത്? കംപ്രഷൻ സ്ട്രെസ്. അപ്പോൾ കംപ്രഷൻ സ്ട്രെസ് എന്ന് പറയുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്, അതിന് ഓപ്പോസിറ്റാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് ഓർത്താൽ നമുക്ക് ഈ 2 ടേംസ് ഓർത്തു വെക്കാം. ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി അറ്റ് ദ ടൈം ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഈസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ്. ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി when the length of the body decreases is called compression stress. അപ്പോൾ ഈ 2 പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്ത് 2 ടേം പഠിച്ചു, ടെൻസൈൽ സ്ട്രെസ് അതുപോലെ കംപ്രസീവ് സ്ട്രെസ്. എന്നാൽ ടൈപ്സ് ഓഫ് സ്ട്രെസ് ചോദിച്ചാൽ നമ്മൾ ഈ 3 എഴുതേണ്ടത്. ഏതൊക്കെയാണ്? ലീനിയർ സ്ട്രെസ്, വോളിയം സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ആ പേരുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയയാണ് സ്ട്രെസ്. 3 തരത്തിലുള്ള ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാവാമല്ലോ. ലെങ്ത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ ലീനിയർ സ്ട്രെസ് എന്ന് വിളിച്ചു. വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിന് വോളിയം സ്ട്രെസ് എന്നും, ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ ഷിയർ സ്ട്രെസ് എന്നും വിളിച്ചു. അപ്പോൾ 3 പേരുകളാണ് ഏത് സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്തത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ടൈപ്സ് ചോദിച്ചാൽ 3 പേരുകൾ എഴുതുക. ഓരോന്ന് എന്താണെന്ന് സിമ്പിളായിട്ട് എഴുതിക്കൂടെ? എന്താ ഇങ്ങനെ എഴുതാം? ലീനിയർ സ്ട്രെസ് എന്താ? സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെങ്ത്, ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം. ദെൻ വാട്ട് ഇസ് വോളിയം സ്ട്രെസ്? അതിന് നേരത്തെ എഴുതിയാൽ മതി. എന്താണ്? സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ വോളിയം. ദെൻ ഷിയർ സ്ട്രെസ് മീൻസ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഷേപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്ട്രെസ്, അതിന് ഇക്വേഷൻ, യൂണിറ്റ്, ഡയമെൻഷൻ, ദെൻ ടെൻസൈൽ സ്ട്രെസ്, കംപ്രഷൻ സ്ട്രെസ്, അതുപോലെ ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. നമ്മൾ ഇലാസ്റ്റിസിറ്റി പഠിച്ചു. ബോഡിക്ക് ഡിഫോർമേഷൻ ഉണ്ടായാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് പിൻവലിച്ചാൽ തിരിച്ചു വരാനുള്ള കഴിവാണ്. ഒരു ബോഡിക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് വിചാരിച്ചത് അത് എപ്പോഴും കാണിച്ചോളുന്നില്ല. നന്നായിട്ട് നമ്മൾ ലെങ്ത് കൂട്ടിയാൽ ചിലപ്പോൾ തിരിച്ചു വരുന്നില്ല. ഒരു ബോഡിയെ നന്നായിട്ട് ഷേപ്പ് ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ തിരിച്ചു വരുന്നോളുന്നില്ല. ഒക്കെ നമ്മൾ പഠിച്ചാണല്ലേ.
അപ്പം ഒരു ലിമിറ്റ് വരെ മാത്രമേ ആ ബോഡി ഇലാസ്റ്റിസിറ്റി കാണിച്ചു, അപ്പോൾ ഒരു ലിമിറ്റ് വരെ മാത്രമേ ഒരു ബോഡി ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിനെ വിളിച്ച പേരാണെന്ത്? ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ദ മാക്സിമം സ്ട്രെസ് അപ് ടു വിച്ച് ദ ബോഡി എക്സിബിറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതിനുള്ളിൽ ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിനെ വിളിച്ച പേരാണെന്ത്? ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ആൻസർ ആണ്. ദ മാക്സിമം സ്ട്രെസ് അപ് ടു വിച്ച് ദ ബോഡി ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് സ്ട്രെയിനിലേക്ക് വരാം. എന്താ സ്ട്രെയിൻ? നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? ബോഡിയിൽ ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ചിനെ അതിൻ്റെ ഒറിജിനൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? സ്ട്രെയിൻ. ഇപ്പോൾ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്തതെങ്കിൽ എത്ര ലെങ്ത് ചേഞ്ച് ഉണ്ടായി, അതിന് ഒറിജിനൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വോളിയം ആണെങ്കിൽ വോളിയം ചേഞ്ച് ബൈ ഒറിജിനൽ വോളിയം. ഈ രീതിയിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഡെഫിനേഷനായിട്ട് എഴുതാം. എന്താണ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഈസ് നോൺ ആസ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ്റെ ആൻസറായി. സ്ട്രെയിൻ്റെ പ്രത്യേകത ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. കാരണം മുകളിലും താഴെ എഴുതുന്ന ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കും. ലെങ്ത് ആണെങ്കിൽ താഴെ ലെങ്ത് ആയിരിക്കും, വോളി ആണെങ്കിൽ വോളി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോക്ക് എന്തുണ്ടായിരിക്കില്ല? യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. ഈ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ആണ് ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാറ്. നേരത്തെ നമ്മൾ പഠിച്ച പോലെ ലെങ്ത്തിലും വോള്യത്തിലും ഷേപ്പിലും ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെയിനുകളെ നമ്മൾ അതേ പേരുകൾ കൊടുക്കുന്നു. എന്താണ്? ലീനിയർ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഇപ്പോൾ നേരത്തെ സ്ട്രെസ് പഠിച്ച പോലെയല്ല, ഇവിടെ കൃത്യമായ മെഷർമെൻറ്റ്സ് ഉണ്ട് അല്ലേ? എന്താണ് ലീനിയർ സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ദാറ്റ് ഇസ് ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, കൃത്യമായിട്ട് എഴുതാം. ദെൻ വാട്ട് ഇസ് വോളിയം സ്ട്രെയിൻ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ദെൻ ഷിയർ സ്ട്രെയിൻ എടുക്കുന്നിടത്താണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഷേപ്പ് ബൈ ഒറിജിനൽ ഷേപ്പ് എന്ന് എഴുതാറില്ല, കാരണം ഷേപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോഡിയിൽ ഷേപ്പ് ചേഞ്ച് ചെയ്തതായിട്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? താഴെ ഒരു ഫോഴ്സ് കൊടുത്തു, അതിന് അല്ലേ ടാൻജൻഷ്യലായിട്ട് മുകളിലൊരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ താഴെയോട്ട് പിടിച്ചു വെച്ച് മുകളിലൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ വരും അല്ലേ? ഒരു തീറ്റ ആംഗിൾ അങ്ങോട്ട് പോകും. ഷേപ്പ് ചേഞ്ച് ചെയ്തു എന്നർത്ഥം. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ഇൻക്ലിനേഷനെയാണ് നമ്മൾ എന്തായിട്ട് മെഷർ ചെയ്യാറ്? ഷിയറിംഗ് സ്ട്രെയിൻ. ഇപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ ആയിട്ട് എടുക്കാറ് ഇൻക്ലിനേഷനാണ്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പാണ്, ടാൻ തീറ്റയാണ്, അല്ലെങ്കിൽ സിംപ്ലി തീറ്റ എന്നെടുത്താലും മതി. അപ്പോൾ ഷിയർ സ്ട്രെയിൻ അവിടെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ റേഷ്യോ അല്ല എഴുതാറ്, പിന്നെയോ ഐദർ ടാൻ തീറ്റ ഓർ തീറ്റയാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറ്? ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് എഴുതിയാൽ മതി? ദ ആംഗിൾ ടേൺഡ് ഡ്യൂറിങ് ദ ഷേപ്പ് ചേഞ്ച് ഈസ് കോൾഡ് ഷിയർ സ്ട്രെയിൻ അല്ലേ? ഷേപ്പ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ആംഗിൾ ടേണിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറ്? ഷിയർ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഇസ് സ്ട്രെയിൻ? അതിന് യൂണിറ്റും ഡയമെൻഷനും ഇല്ലാതെ പഠിച്ചു. ദെൻ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഫോക്കസ് ഏരിയ എന്തായിരുന്നു? ഹൂക്സ് ലോ ആയിരുന്നു അല്ലേ? അപ്പോൾ ഹൂക്സ് ലോയിലേക്ക് വരാം. ഹൂക്സ് ലോ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഒരു ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് വരെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എന്താ ഹൂക്സ് ലോ? അക്കോർഡിംഗ് ടു ദിസ് ലോ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, ഫോക്കസ് ഏരിയയിൽ വരുന്നതല്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിക്കാം, കാരണം അത് ഹൂക്സ് ലോയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടേമാണ്. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആ മെറ്റീരിയലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതിനൊക്കെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പം ലോ പഠിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചോദിച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. എന്തായിരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും? സ്ട്രെസ്സിൻ്റെ യൂണിറ്റും ഡയമെൻഷൻ തന്നെ ആയിരിക്കും, കാരണം സ്ട്രെയിനിൻ്റെ യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റും ഡയമെൻഷൻ ആയിരിക്കും ഏതിനും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കും. അപ്പോൾ പാസ്കലാണ് യൂണിറ്റ്. ഡയമെൻഷൻ നമ്മൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ പഠിച്ചു, ml⁻⁻1 T⁻². ഓക്കെ, അപ്പോൾ അതാണ് ഹൂക്സ് ലോമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമ്മളൊരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ പറയും.
ഇപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ് വിത്ത് എ സ്ലോപ്പ്. അപ്പം എക്സ് ആക്സിൽ സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴാണല്ലോ ബോഡിയിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു സ്ലോപ്പോട് കൂടിയ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ട് കാണിക്കാം. എന്താ ഗ്രാഫിൻ്റെ പ്രത്യേകത? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുക. എന്താ സ്ലോപ്പ്? y/x ആണല്ലേ, y/x. അപ്പോൾ y ആക്സിൽ എന്തെടുത്തു? ഡിവൈഡ് ബൈ എക്സ് ആക്സിൽ എടുത്ത ക്വാണ്ടിറ്റി. y ആക്സിൽ എടുത്ത ക്വാണ്ടിറ്റി എന്താ? സ്ട്രെസ് ആണ്. എക്സ് ആക്സിൽ എടുത്ത ക്വാണ്ടിറ്റി സ്ട്രെയിൻ ആണ്. നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗീവ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആൻസർ ആണ്. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗീവ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ബോഡി. അത് വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാനൊക്കെ വരാം. അപ്പം അതുകൂടി മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൂക്സ് ലോ, ദെൻ അതിൽ നിന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ, ദെൻ ഗ്രാഫ്. നമുക്ക് ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഫോക്കസ് ഏരിയ പോയിന്റ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇവിടെ ഈ ഗ്രാഫിനെയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയാം. ഒന്നെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനായിരിക്കും, വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതിൽ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിതിനെ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് തന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്ത പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിരിക്കാം. അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് പോയിന്റും തന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രാഫ് മനസ്സിലാക്കുക. എക്സ് ആക്സിൽ സ്ട്രെയിൻ, വൈ ആക്സിൽ കറസ്പോണ്ടിങ് സ്ട്രെസ്. ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമാണ് നമ്മൾ പഠിച്ചതാണ്. ഒരു ബോഡിയിൽ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടി വരും? നമുക്കൊരു ബോഡിയിൽ സ്ട്രെയിൻ കൂടുന്നതനുസരിച്ച് സ്ട്രെസ് കൂടി വരും. ഡിഫോർമേഷൻ ഇങ്ങനെ കൂടി വരും, ലെങ്ത് കൂടുന്നതനുസരിച്ച് ഉള്ളിൽ റീസ്റ്റോറിങ് ഫോഴ്സ് കൂടി വരും. അപ്പം സ്ട്രെയിനനുസരിച്ച് സ്ട്രെസ് കൂടി വരും. ദെൻ അങ്ങനെ കൂടി വന്ന് മാക്സിമം ആവും. ദെൻ ഒരു പോയിന്റിൽ വെച്ച് ആ ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. പിന്നെയും നമ്മൾ അതിനെ ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യും. അതിനുള്ളിൽ തിരിച്ചു വരാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാകും, പക്ഷേ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു, വീണ്ടും അതിൽ സ്ട്രെസ്സിനനുസരിച്ച് വീണ്ടും അതിൽ സ്ട്രെയിനനുസരിച്ച് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. മാക്സിമം അതിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്താൽ പിന്നെയും നമ്മൾ അതിൽ സ്ട്രെയിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകില്ലേ. അപ്പോൾ ഇതിനെ കാണിക്കുന്ന ഗ്രാഫാണിത്. അപ്പോൾ ആദ്യം സ്ട്രെയിൻ അനുസരിച്ച് സ്ട്രെസ് കൂടി വരുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഗ്രാഫിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈനിൽ മാറ്റം വരികയാണ്. എന്താ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രത്യേകത? സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ. കാരണം സ്ട്രെസ് ബൈ സ്ട്രെയിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആവണം, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിക്കൊണ്ടുള്ള ആ ലാസ്റ്റ് പോയിന്റാണ് എ. അതുകൊണ്ട് ആ പോയിന്റ് എ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ആ പ്രൊപ്പോർഷണാലിറ്റി അവസാനിക്കുന്ന പോയിന്റ്. ഓരോ പോയിന്റും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചത് ഇങ്ങനെ എഴുതിയാലും മതി, സെന്റൻസുകൾ വേണമെന്നില്ല. ഓരോ പോയിന്റുമായിട്ട് എന്താണെന്ന് എഴുതിയാൽ എക്സ്പ്ലനേഷനായി. അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ചോദിച്ചാലൊക്കെ നമ്മൾ ഈ ഗ്രാഫും ഇത്രയും പോയിന്റ്സ് പറയുമെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് OB എന്നുള്ള പോയിന്റ്. അപ്പോൾ ഓയിലെത്തിയപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി നഷ്ടപ്പെട്ടെങ്കിലും B വരെ ചിലപ്പം ഇലാസ്റ്റിസിറ്റി കാണിക്കാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ലാസ്റ്റ് പോയിന്റ് ആണെന്ത്? B എന്ന് പറയുന്ന പോയിന്റ്. ബിയെ നമ്മൾ ഈൽഡ് പോയിന്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ഫ്രം വിച്ച് ഇലാസ്റ്റിസിറ്റി ലോസ്റ്റ്. അവിടെ നിന്നാണ് ഇലാസ്റ്റിക് നഷ്ടപ്പെടുക ബോഡിയുടെ. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സ്ട്രെസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇവിടെ P എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ P എന്താണ്? P ഇൻഡിക്കേറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. അവിടെ നിന്നാണ് ഇലാസ്റ്റിക് നഷ്ടപ്പെട്ടത്. ഇലാസ്റ്റിക് നഷ്ടപ്പെടുന്ന സമയത്തെ ആ മാക്സിമം സ്ട്രെസ്സിനെ വിളിച്ച പേരായിരുന്നു എന്ത്? ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഗ്രാഫിലെ പോയിന്റ് ബിയെ നമുക്ക് ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കാം. ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഈൽഡ് പോയിന്റ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ദെൻ അങ്ങനെ ബി മുതൽ അതിൻ്റെ റീജിയൻ മാറില്ലേ. അപ്പോൾ O മുതൽ B വരെ ഇലാസ്റ്റിക് റീജിയൻ ആണ് അല്ലേ. ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി നിലനിർത്തിക്കൊണ്ടുള്ള എക്സ്പാൻഷൻ നടക്കുന്നത്. B മുതൽ അവസാനം അത് പൊട്ടുന്നത് വരെയും അല്ലേ, പൊട്ടുന്നത് വരെയും അതെന്താണ്? പ്ലാസ്റ്റിക് റീജിയൻ ആണ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും മാർക്ക് ചെയ്യാൻ സാധിച്ചു. നോക്കൂ ഇനി D എന്താ? D എന്ന് പറഞ്ഞാൽ അതിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയ പോയിന്റ് ആണ്. അപ്പോൾ അതാ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു മാർക്ക് തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്. അപ്പോൾ Q എന്ന് പറയുന്നത് സ്ട്രെസ് ആണല്ലോ. ആ സ്ട്രെസ്സിനെ വിളിച്ച പേരാണെന്ത്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ് ആണ്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്.
നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്, അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്? ഇറ്റ് ഈസ് എ മാക്സിമം സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. വീണ്ടും അതിന് നമ്മൾ വോളിയം കൂട്ടാനോ അല്ലെങ്കിൽ ലെങ്ത് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ആ പോയിന്റിന് ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയും. പോയിന്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ബ്രേക്കിംഗ് പോയിന്റ് ഓഫ് ദ ബോഡി. പക്ഷെ ആ സമയത്ത് ചെറുതായിട്ട് എന്ത് കുറയും? സ്ട്രെസ് കുറയും. അപ്പോൾ പൊട്ടുന്ന സമയത്ത്, ഒരു ബോഡി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് കുറയുന്നതായിട്ട് കാണാം ചെറുതായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഗ്രാഫ് ഒന്ന് താഴേക്ക് വന്നത്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക, ഓരോ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ കാണിച്ചുള്ളത് O ഡാഷ്. ആൻഡ് O ഡാഷ് ഈസ് നോൺ ആസ് പെർമനന്റ് സെറ്റ്. കാരണം ഈ മെറ്റീരിയൽ സിയിലെത്തി വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിട്ട പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല, പുതിയൊരു ഫോമിലേക്ക് അത് മാറിയിട്ടുണ്ടാവും. നമുക്ക് ആ സ്ട്രെസ് 0 ആയാലും സ്ട്രെയിൻ എന്തായി മാറില്ല? 0 ആയി മാറില്ല. കുറച്ച് ഡീഫോർമേഷൻ അവിടെ ബാക്കി ഉണ്ടാവുന്ന അർത്ഥം. നമ്മൾ വലിച്ചു തിരിച്ചു വിട്ടപ്പോൾ പോയി, നന്നായി വലിച്ചാൽ തിരിച്ചു വിട്ടാൽ ചിലപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകില്ല, തിരിച്ചു വരും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ അവിടെ കുറച്ച് സ്ട്രെയിൻ ബാക്കി ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ച് O ഡാഷിലേക്ക് തിരിച്ചു വരുള്ളൂ, ഓയിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ കുറച്ച് അവിടെ എന്ത് ചെയ്തു? ഒരു ലെങ്ത് അവിടെ ബാക്കി നിന്നു. ദാറ്റ്സ് വാട്ട്സ് കോൾഡ് പെർമനന്റ് സെറ്റ്. ഇതിൽ ഓരോന്നും മാർക്ക് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ അത് തന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കാം. ഇതിൽ ഓരോന്നും നമ്മൾ പഠിച്ചു വെക്കുക. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന 1-2 ആൻസർ കൂടി പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ സോളിഡ്സ് അല്ലേ? മെറ്റീരിയൽസിനെ എങ്ങനെ, അല്ലെങ്കിൽ സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇങ്ങനെ, ഇലാസ്റ്റിസിറ്റിയുടെ ബേസിസിൽ. അപ്പോൾ ഈ റീജിയൻ ലെങ്ത് ഉള്ളതാണെങ്കിൽ അതാണ് ഡക്റ്റൈൽ സോളിഡ്സ്. അതിനർത്ഥം പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത വസ്തുക്കളെ നമ്മൾ വിളിച്ച പേരാണ് ഡക്റ്റൈൽ സോളിഡ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ് അല്ലേ? ഒരുപാട് വലിച്ചു നീട്ടാൻ കഴിവുള്ള മെറ്റീരിയൽസിനെ ഡക്റ്റൈൽ സോളിഡ്സ് എന്നും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്രിട്ടിൽ സോളിഡ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ വി ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് സ്ട്രെയിൻ ഫോർ എ സ്മോൾ സ്ട്രെസ് ഇസ് നോൺ ആസ് ഡക്റ്റൈൽ സോളിഡ്സ്. നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഡക്റ്റൈൽ സോളിഡ്സ്. വി ക്യാൻ ഓൺലി പ്രൊഡ്യൂസ് എ സ്മോൾ സ്ട്രെയിൻ ഫോർ സ്ട്രെസ്. ഒരു പെർട്ടിക്കുലർ സ്ട്രെസ്സിൽ നമുക്ക് കുറഞ്ഞ സ്ട്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിച്ച പേരാണെന്ത്? ബ്രിട്ടിൽ സോളിഡ്സ്. മിക്കവാറും ഇവിടെ നമുക്ക് എന്താണ് ബ്രിട്ടിൽ എന്താണ് ഡക്റ്റൈൽ എന്ന് ചോദിക്കുക ആവില്ല ചെയ്യാം അല്ലേ? ബ്രിട്ടിലിന് ഡക്റ്റൈലിന് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ്? മിക്കവാറും മെറ്റൽസ് ഒക്കെ ഡക്റ്റൈലാണ് അല്ലേ? മെറ്റൽസ് എസ്പെഷ്യലി ഗോൾഡ്, സിൽവർ ഒക്കെ പോലെയുള്ളത്, അലൂമിനിയം, കോപ്പർ ഒക്കെ എന്താണ്? ഡക്റ്റൈൽ സോളിഡ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഗോൾഡും സിൽവറൊക്കെ യൂസ് ചെയ്യുന്നത് പറയും. ദെൻ ബ്രിട്ടിൽ സാധാരണ വരുന്നത് അല്ലേ ചില ഫൈബേഴ്സ്, അതുപോലെ എസ്പെഷ്യലി ഗ്ലാസ്. ഓക്കെ, ഗ്ലാസ് ആണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബ്രിട്ടിൽ സോളിഡ്സിന് പോകുന്നത്. നമ്മളതിനെ ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ സാധാരണ ഇങ്ങനെ വരാറ്. ഇങ്ങനെ 2 ഗ്രാഫ് തന്നിട്ട് നമുക്ക് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും ബി എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും തന്നിട്ട് ഇതിലേതാണ് മോർ ഇലാസ്റ്റിക്, ഇതിലേതാണ് മോർ ഡക്റ്റൈൽ എന്ന് ചോദിക്കാം. ഇങ്ങനെ മോർ ഇലാസ്റ്റിക് കാണാം. നമ്മൾ നേരത്തെ പഠിച്ചു സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗീവ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ആർക്കാണോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ അയാളാണ് മോർ ഇലാസ്റ്റിക്. ഇപ്പം എങ്ങനെ കാണാം? സ്ലോപ്പ് ആണല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ. നോക്കൂടെ, എ എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണോ ബി എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണോ കൂടുതൽ? എക്കാണ് ആംഗിൾ കൂടുതൽ അല്ലേ. അപ്പോൾ എന്ത് പറയാം? എ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ ബി എന്ന് പറയാം. ഏതാണ് മോർ ഡക്റ്റൈൽ? ഡക്റ്റിലിറ്റി നമ്മൾ ഇത് വെച്ച് തന്നെ പഠിച്ചു. ഈ ലെങ്ത് കൂടുതലുള്ളതാണ് ഡക്റ്റൈൽ. കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയും, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഇത് നോക്കൂ, ഇതിൽ ഈ ലെങ്ത് നോക്കുമ്പോൾ ഇവിടെ ഇതാണ് കൂടുതൽ, ലെങ്ത് കുറവാണ്. അപ്പോൾ ഏതാ മോർ ഡക്റ്റൈൽ എന്ന് വെച്ചാൽ ബി ഈസ് മോർ ഡക്റ്റൈൽ ദാൻ എ. മോർ ബ്രിട്ടിൽ ആണെങ്കിലോ ആ ലെങ്ത് ഷോർട്ട് ആയതാണ് മോർ ബ്രിട്ടിൽ. അപ്പോൾ എ ഈസ് മോർ ബ്രിട്ടിൽ ദാൻ ബി. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിനോടൊപ്പം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. വൈ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതും നമ്മൾ സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്ത് വരാം. എന്തുകൊണ്ടാണ് ഈ സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയുന്നത്? ഇപ്പോൾ സ്റ്റീലിൻ്റെയും റബ്ബറിൻ്റെയും നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചാൽ സ്ലോപ്പ് കൂടുതൽ ഏതിനായിരിക്കും? സ്റ്റീലിനായിരിക്കും. മാത്രമല്ല നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ എന്താണ്, ഒരേ സ്ട്രെയിനിൽ ആരിലാണ് കൂടുതൽ സ്ട്രെസ് ഉള്ളത്? സ്റ്റീലിലാണ് കൂടുതൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഒരു സ്റ്റീലിൻ്റെ ഒരു വടിയും റബ്ബറിൻ്റെ ഒരു വടിയും ഉണ്ട് തന്നെ.
ഏതിനെ നമുക്ക് ബെൻഡ് ചെയ്ത് പിടിക്കാൻ കൂടുതൽ പ്രയാസം ഉണ്ടാവും? സ്റ്റീലിനത് ബെൻഡ് ചെയ്ത് പിടിക്കാൻ പ്രയാസം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? സ്റ്റീലിലാണ് കൂടുതൽ ഓപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ആരിലാണോ കൂടുതൽ ഓപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവുന്നത് അയാളാണ് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ തിരിച്ചു വരാനുള്ള ടെൻഡൻസി ആണല്ലോ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ആർക്കാണോ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കഴിവുള്ളത് അയാളാണ് മോർ ഇലാസ്റ്റിക്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ ബിക്കോസ് അറ്റ് എ പെർട്ടിക്കുലർ ഡിഫോർമേഷൻ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ റബ്ബർ. ഒരു പ്രത്യേക ഡിഫോർമേഷൻ രണ്ടിലും ഉണ്ടാക്കിയാൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് ആരിലാണ് കൂടുതലുള്ളത്? സ്റ്റീലിലാണ്. അതുകൊണ്ട് സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. then ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റോമേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരിക റബ്ബറാണ് അല്ലേ? പെട്ടെന്ന് വലിച്ചാൽ നീളുന്നത്, വിട്ടാൽ തിരിച്ചു പോകും. അപ്പോൾ വിട്ടാൽ തിരിച്ചു പോകുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? തിരിച്ചു പോകാനുള്ള കഴിവാണ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറഞ്ഞു. പക്ഷെ റബ്ബറിൻ്റെ ഒരു പ്രത്യേകത, അത് അവസാനം വരെ നീണ്ടുകൊണ്ടേയിരിക്കും അല്ലേ? അതിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ഒരു റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. എന്ന് പറഞ്ഞാൽ റബ്ബർ എന്ത് ഒബേ ചെയ്യുന്നില്ല? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. എന്താ ഹൂക്സ് ലോ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് അല്ല. ഇവിടെ സ്ലോപ്പ് എടുത്താൽ ഒരു ഇലാസ്റ്റിസിറ്റിയാണ്, ഇവിടെ സ്ലോപ്പ് എടുത്താൽ മറ്റൊന്നാണ്. ഇവിടെ y കൂടിയില്ലേ? ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് എടുത്താൽ അല്ലേ, ഒരു പെർട്ടിക്കുലർ സ്ട്രെയിൻ എടുത്താൽ ഇവിടെ സ്ട്രെസ് കുറവാണ്. ഇവിടെ എത്തുമ്പോൾ നോക്കൂ, അതേ സ്ട്രെയിന് സ്ട്രെസ് കൂടുതലല്ലേ? അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓരോ പെനിലും വ്യത്യാസമുണ്ട്. ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഇത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ വിളിച്ച പേരാണിത് ഇലാസ്റ്റോമേഴ്സ്. അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഹൂക്സ് ലോ ഒബേ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കുന്നു? ഇലാസ്റ്റോമേഴ്സ്. അപ്പോൾ എന്താ ഇലാസ്റ്റോമേഴ്സ് എന്ന് വെച്ചാൽ സിമ്പിൾ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്താൽ മതി. എന്താണ്? ഇലാസ്റ്റിക് മെറ്റീരിയൽസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഹൂക്സ് ലോ ആർ കോൾഡ് ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഷേപ്പ് ആയിരിക്കും, കർവ് ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. കാരണം അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം വരെ അത് ഇലാസ്റ്റിസിറ്റി കാണിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. രണ്ട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കുക. പലപ്പോഴും എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഒന്ന് റബ്ബർ തന്നെയാണ്, റബ്ബർ ബാൻഡ് പറയാം, അല്ലെങ്കിൽ ടിഷ്യൂസ് ഓഫ് അയോട്ട, ഹേർട്ടുമായി ബന്ധപ്പെട്ട ടിഷ്യൂ ആണ് നമുക്കറിയാം. ഒന്ന് അയോട്ട അല്ലെങ്കിൽ റബ്ബർ ബാൻഡ്. ഇതാണ് സാധാരണ രീതിയിൽ ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെക്കാറ്. അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലേ? 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ, അതിൽ 3 ഫോക്കസ് ഏരിയ പോയിന്റ്സും അതുമായി റിലേറ്റ് ചെയ്യുന്ന ഷോർട്ട് ആൻസേഴ്സ്, ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻസും മറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇന്നത്തെ 2ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഹൂക്സ് ലോ, അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഈ 3 ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ എടുക്കാം. ഓക്കെ, താങ്ക് യു.